എൻ്റെ കൂടെ ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നേ. പക്ഷേ അവരത്ര തീവ്രമൊന്നുമല്ല. അപ്പൊ ഞാൻ ഈ വെള്ളിയാഴ്ച പള്ളിയിലൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ ഇവൾ എന്നോട് ഒന്ന് ചോദിച്ചു, അസ്കർ നിങ്ങളെന്താ പള്ളിയിലൊന്നും പോകാത്തെ? ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസിയല്ല. എന്താ നിങ്ങൾ വിശ്വാസിയല്ലാതെ? പറഞ്ഞു എന്റെ പൊന്നു സഹോദരി, ഞാൻ ഒരുപാട് നാള് ഇതിന്റെ ഉണ്ടിലായിരുന്നു, ഞാൻ വലിയ കടുത്ത വിശ്വാസിയായിരുന്നു. അപ്പൊ ഇവൾ എന്നോട് ചോദിച്ചേ, അപ്പൊ നിങ്ങൾ ഈ മതം വിടാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ സിംഗിൾ ആണ്. സപ്പോസ് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, എനിക്കൊരു 8 വയസ്സോ 9 വയസ്സോ ഒക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ സമയത്ത് ഒരു 50ഓ 55ഓ വയസ്സൊക്കെ പ്രായമുള്ള ഒരുത്തൻ വന്നിട്ട് എന്നോട് ചോദിക്കാണ്, അസ്കർ നിന്റെ ഈ കൊച്ചിനെ എനിക്കൊന്ന് കെട്ടിച്ചു തരുമെന്ന്. ആസ് എ ഫാദർ ഞാൻ എന്തായാലും അവന് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ ഒരു കരയിടപാട് നടന്നൊക്കെ നമുക്ക് വരും. പക്ഷേ വേണമെങ്കിൽ അസ്കർ വേണമെങ്കിൽ നിനക്ക് അവളെ അവന്റെ കൂടെ കെട്ടിച്ചു വിടാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അത് അനുവദനീയമാണ്, അത് ഹലാലാണ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നും മിണ്ടിയില്ല, ഞാൻ തിരിച്ചുപോയി. 2-3 ആഴ്ചയൊക്കെ ആയി കാണും. എനിക്ക് കൈ തന്നു, എന്നിട്ട് പറഞ്ഞു, ഓസ്കർ യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. യു നോ ഷീ ഈസ് നൗ എൻ എത്തീസ്റ്റ്. ഓക്കെ. അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല എന്ന് പറയുന്നതല്ല ശരി തന്നെയാണ്, പക്ഷേ നിങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും ചിന്തിപ്പിച്ചിരുന്നില്ല.